ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ ഒരു ചാനൽ ആരെങ്കിലും ഫസ്റ്റായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ കയറി സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. രൂപ സരീവിൻ്റെ കുഞ്ഞിനെ കാണാൻ വേണ്ടി വന്നിട്ടാണല്ലോ ഉള്ളത്. അപ്പോൾ രൂപയുണ്ട്, സരിയും ഷാരിയും മനുവും ഒക്കെ ഉണ്ട്. അപ്പോൾ മനു പറയാണ്, കുഞ്ഞുങ്ങളെ വെറുതെ പരസ്പരം കമ്പയർ ചെയ്ത് കാണല്ലേ അമ്മേ, കല്ലുമോനും നല്ലതാ നമ്മളെ കൺമണിയും നല്ലതാ. അപ്പോൾ അത് കേട്ട് രൂപ മനസ്സിൽ ചിന്തിക്കുകയാണ്, അതെ, കുഞ്ഞുങ്ങളെല്ലാം നല്ലവരാ, എന്നാൽ ഈ കുഞ്ഞിന് ചുറ്റും നിൽക്കുന്നവരൊക്കെ അസുര ജന്മങ്ങളാ. അപ്പോൾ മനു ചോദിക്കുകയാണ്, അല്ല ആൻറ്റിക്ക് കുടിക്കാൻ എന്താ വേണ്ടത്? ഒന്നും വേണ്ട. അപ്പോഴാണ് അടുത്ത ചോദ്യം. രൂപ ചോദിക്കുകയാണ്, ഇനി എന്നാണ് മനു അമേരിക്കയിലേക്ക് പോകുന്നത്? അപ്പോൾ ഷാരി അത് കേട്ടിട്ട് പറയാണ്, മിക്കവാറും ഉടനെ തന്നെ പോകും രൂപേ. അല്ലേ മോനെ ഷാരി? അപ്പോൾ സരി പറയാണ്, ഈ നാട് ഞങ്ങൾക്ക് മടുത്ത് ആൻറ്റി. പിന്നെ അമേരിക്കയിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ആൻറ്റിയെ കാണാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു സങ്കടം മാത്രമേ ഉള്ളൂ. അതിന് വേണ്ടുന്ന ഒരുക്കങ്ങളൊക്കെ നടത്തിയോ മനു? ഒരുക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ രൂപ പറയാണ്, ഒരു വർഷത്തിന് മുകളിലായി മനു ഇവിടെ വന്നിട്ട്. ഇനി തിരിച്ചു പോവില്ലെങ്കിൽ ബിസിനസ്സൊക്കെ പൊളിഞ്ഞു പോവും. അപ്പോൾ ഷാരി പറയാണ്, അയ്യോ, അങ്ങനെ പൊളിഞ്ഞു പോകുന്ന ബിസിനസ്സൊന്നും അല്ല മോൻ്റെ. അവിടെ മോന് ഇഷ്ടംപോലെ ജോലിക്കാരുണ്ട്. ഏ മോനെ? അതെ അതെ അതെ, അവരിൽ പലരും ഇപ്പോൾ നാട്ടിലേക്ക് വരുന്നുണ്ടല്ലോ. ശരി ശരി. അപ്പോഴേ ഇത്രയും പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളുടെ അടുത്ത് ഒരുപാട് ആൾക്കാരൊന്നും നിൽക്കുന്നത് അത്ര നല്ല ശീലമല്ല. ഇപ്പോൾ മോളും കുഞ്ഞും ഡിസ്ചാർജ് ആയി കഴിയുമ്പോൾ വീട്ടിലേക്ക് വരാം. അല്ല, ആൻറ്റി ഉടനെ പോവുകയാണോ? സരി ചോദിക്കുക. ഇവിടെ ഇപ്പോൾ ഏട്ടത്തിയും മനുവും ഒക്കെ ഉണ്ടല്ലോ, ഞാനും കൂടെ ഇവിടെ നിൽക്കേണ്ട കാര്യമുണ്ടോ മോളെ? രൂപ പോയിക്കോ, അവിടെ കള്ളി മാത്രമല്ലേ ഉള്ളൂ. ആരുമില്ലെങ്കിൽ അവൾ പലതും അടിച്ചു മാറ്റിക്കളയും. പിന്നെ ആ ചന്ദ്രസേനൻ എന്ന് പറയുന്നവനും അവിടെ കയറി നിരങ്ങല്ലേ. കൊണ്ട് രൂപേ, നീ വീട്ടിൽ തന്നെ വേണം, ഷാരി പറയാ. ശരി എന്ന് പറഞ്ഞ് രൂപ കുഞ്ഞിനെ തന്നെ നോക്കുകയാണ്. അപ്പോൾ രൂപയുടെ മനസ്സിൽ രൂപ ചിന്തിക്കുകയാണ്, നീ ഒരു ഭാഗ്യദോഷിയായ കുഞ്ഞാണല്ലോ മോളെ. അത്രയ്ക്ക് നന്ദിയില്ലാത്തവരായി പോയില്ലേ മോളെ നിനക്ക് ചുറ്റും, അച്ഛനും അമ്മയും ഉൾപ്പെടെയുള്ള എല്ലാവരും. അത് കണ്ട് ഷാരി പറയാണ്, നോക്കണ്ട, മനുമോനെ വാർത്ത് വെച്ചിരിക്കുക. അതെ അതെ. രൂപ പോയി കഴിഞ്ഞപ്പോൾ ഷാരി പറയാണ്, എന്തൊക്കെ പറഞ്ഞാലും സ്വന്തം കൊച്ചുമോനോട് ഭയങ്കര സ്നേഹ. വല്ലുമോന് സുന്ദരനാണെന്ന് പറഞ്ഞത് കേട്ടില്ലേ? ആശിന് കൊള്ളാത്ത കുഞ്ഞാ. ആ കൊച്ചിന് കണ്ടില്ലേ അതിൻ്റെ അമ്മയെപ്പോലെ തന്നെ ഓന്തിൻ്റെ മുഖം. ഒരു കല്ലുമോന്. സരയുവിന് ദേഷ്യം വരിക. അവൾക്ക് ഓന്തിൻ്റെ സ്വഭാവം, ആ കുഞ്ഞിന് ഓന്തിൻ്റെ മുഖവും. ആണ് സത്യം. പിന്നെ കാണിക്കുന്നത് പ്രകാശനെയാണ്. പ്രകാശൻ വന്നത് ഷാരിയുടെ വീട്ടിലേക്കാണ്. അപ്പോൾ ഷാരിയുടെ വീട്ടിൽ വേറെ ആരുമില്ല, രാഹുൽ മാത്രമാണ് ഉള്ളൂ ഫ്രണ്ടിൽ. അപ്പോൾ രാഹുലിനെ വിളിക്കുകയാണ്, രാഹുലേ. ഇതെന്തടേ നീ എന്താ ഞാൻ രാഹുലേ എന്ന് വിളിച്ചപ്പോൾ ഇങ്ങനെ ഞെട്ടി നോക്കുന്നത്? എന്തു പറ്റി? പേടിപ്പിക്കുന്ന രീതിയിലല്ലേ നീ വിളിച്ചത്? അയ്യോ, പേടിപ്പിക്കുന്ന രീതിയിലല്ലടാ, എൻ്റെ ടോൺ അങ്ങനെയാണ്. എന്തടാ, ആരുമില്ലേ? എല്ലാവരും ഹോസ്പിറ്റലിലാ. എന്തു പറ്റിയടാ? നിന്നെപ്പോലെ വേറെ ആർക്കെങ്കിലും? കാര്യം പറ, ആരാ ഹോസ്പിറ്റലിൽ? എൻ്റെ മോളാ, അവൾ പ്രസവിച്ചു. ആഹാ, നല്ല കാര്യമല്ലേ, പിന്നെ നീ എന്തിനിങ്ങനെ വിഷമിക്കുന്നേ? എന്താണ്, ആൺകുഞ്ഞാ? പ്രകാശൻ ചോദിക്കുക. കൊച്ചാ? അപ്പം അത് കേട്ട് പ്രകാശൻ, ആഹാ, അതല്ല നീ ഇങ്ങനെ വിഷമിച്ച് വയ്യാതെ പോലെ ഇരിക്കുന്നത്. പിന്നെ വിഷമിക്കണം, വിഷമിച്ചേ പറ്റൂ. പ്രകാശ, എനിക്ക് പെണ്ണായാലും ആണായാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇവിടെ ഇപ്പോൾ അതൊന്നുമല്ല കാര്യം. എന്ത് പറ്റിയടാ? എൻ്റെ സങ്കടമൊന്നും നിന്നോട് പറയേണ്ട കാര്യമില്ല. ശരി, അതൊക്കെ പോട്ടെ. നിൻ്റെ മോളും ഭാര്യയൊക്കെ ഹോസ്പിറ്റലായിരിക്കും. അവർക്ക് എന്തായാലും കല്യാണത്തിന് വരാൻ പറ്റില്ലായിരിക്കും. പക്ഷേ നീ അളിയ തീർച്ചയായിട്ടും കല്യാണത്തിന് വരണം. നമുക്കൊന്ന് കൂടണം. ഞാനങ്ങനെ കൂടാൻ പറ്റിയൊരു മാനസികാവസ്ഥയിലല്ല. എടാ, ഞാനും അങ്ങനെ അടിക്കാറൊന്നുമില്ല. ഒരാൾക്ക് 2 പ്രാവശ്യം വന്നതിന് ശേഷം മദ്യപാനവും ഒരു ദുശ്ശീലവും ഇല്ല. പക്ഷേ വല്ലപ്പോഴും ഇങ്ങനെ 2 എണ്ണം അടിച്ചു കഴിഞ്ഞാൽ നമ്മളെ മൂഡ് ഓഫ് അങ്ങ് മാറും. നമ്മളൊരു പ്രത്യേക വൈബിൽ ഇങ്ങനെ നടക്കും. മനസ്സോക്കെയോടാ. അപ്പോൾ രാഹുൽ പറയാണ്, ഇപ്പോഴത്തെ എൻ്റെ മാനസികാവസ്ഥ ഒരു മദ്യത്തിനും മയക്കുമരുന്നിനും മാറ്റാൻ പറ്റുന്നതല്ല. അപ്പോൾ പ്രകാശൻ മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇവനെന്തോ മുടിഞ്ഞ വിഷമത്തിലാണല്ലോ. നമ്മൾ സന്തോഷത്തിൽ ആറാടുമ്പോൾ ഇവനൊക്കെ ദുഃഖത്തിൽ ആറാടുന്നു. എടാ രാഹുൽ, നിനക്ക് വല്ല സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ നീ എന്നോട് ചോദിക്കാൻ മടിക്കണ്ട. എടാ, നീ അങ്ങനെ നോക്കണ്ട, എൻ്റെ ഇഷ്ടം പോലെ കാശാണിപ്പോൾ.
എടാ, കാർത്തിക ഫുഡ്സിൻ്റെ MD-യുടെ അമ്മയല്ലേ ഞാനിപ്പോൾ കല്യാണം കഴിക്കാൻ വേണ്ടി പോകുന്നത്. അതൊരു സൈഡിൽ നിൽക്കട്ടെ. LK കൺസ്ട്രക്ഷൻ്റെ MD ആയ വിക്രത്തിൻ്റെ അച്ഛനല്ലേ ഞാൻ. കമ്പനിയുടെ ഷെയർ എന്ന് പറഞ്ഞാൽ ഒരു വർഷം കൂട്ടി നോക്കുമ്പോഴേ 10 കോടിയോളം വരും. 10 കോടി. നിന്റെ കണ്ണ് മഞ്ഞളിക്കുന്നോ? ഈ 10 കോടിയുടെ ഷെയർ എന്ന് വെച്ചാൽ ഇതിൻ്റെ 30% ഷെയറും ഞങ്ങൾക്കാ, എനിക്കും എൻ്റെ മോനും. അതുകൊണ്ട് വല്ല സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് നിനക്കുണ്ടെങ്കിൽ നീ എന്നെ വന്ന് കണ്ടാൽ മതി. പൈസ ഇഷ്ടം പോലെ ഞാൻ നിനക്ക് തരാം. മാത്രമല്ല, കാർത്തിക ഫുഡ്സിൻ്റെ MD-യുടെ അമ്മയാണ് ഞാൻ കല്യാണം കഴിക്കുന്നത്. അപ്പോൾ ഒരു ഓണറിനെ കല്യാണം കഴിക്കുന്ന പ്രകാശൻ ആരായിരിക്കും? ഓണർ പ്രകാശൻ. പ്രകാശനൊക്കെ പറഞ്ഞിട്ട് ചിരിക്കുകയാണ്. എങ്ങനെയുണ്ട്? രാഹുൽ പറയാ, നീ പറയുന്നത് പോലെയൊക്കെ കാര്യങ്ങൾ നടന്നാൽ നീ ഭാഗ്യവാനാടാ പ്രകാശ. ഞാനും സരിയു കൺസ്ട്രക്ഷൻസ് കെട്ടിപ്പൊക്കിയത് 100 സ്വപ്നങ്ങൾ കണ്ടിട്ടാ. അതിപ്പം നഷ്ടപ്പെട്ടില്ലേ? ഓട്ടടാ രാഹുലേ, നിന്റെ നഷ്ടത്തിൽ നിന്നേക്കാൾ ദുഃഖിക്കുന്നവനാ ഞാൻ. കാരണം എന്തെന്നറിയോ? അതിൻ്റെ മുതലാളി നിന്റെ ആ അയൽവക്കത്തുള്ള പഴയ മുതലാളി ഉണ്ടല്ലോ, ആ മിണ്ടാത്തവളാണെന്നുള്ളതാണ്. നീ ധൈര്യമായിട്ടിരിക്കടാ. നിന്റെ അനന്തരവൻ്റെ കിരണിൻ്റെ കമ്പനി ഞാൻ പൂട്ടിച്ചിരിക്കും. ചുമ്മാ പറയല്ല, LK കൺസ്ട്രക്ഷൻ്റെ വളർച്ച അങ്ങനെയാടാ. മുഴുവൻ വർക്കും ഞങ്ങൾക്കാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അവളില്ലേ ആ കല്യാണി, ഇവിടെ ഇൻറ്റീരിയർ വർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ കിടന്ന് അഴുകുന്നുണ്ട്. അതാ എനിക്ക് വല്ലാത്തൊരു ടെൻഷൻ. ആ വർക്കിൻ്റെ കാര്യത്തിൽ അവളിപ്പോൾ ഇൻ്റർനാഷണൽ ഫിഗറല്ലേ രാഹുൽ പറയാം. ഒരു ഫിഗറും അല്ല പ്രകാശ്. നല്ല മിടുമിടുക്കെത്തി, അല്ലെങ്കിൽ നല്ല നല്ല മിടുമിടുക്കന്മാർ, അങ്ങനെയുള്ളവർ, ഇൻറ്റീരിയർ വർക്ക് ഡിസൈൻ ചെയ്യുന്ന ആൾക്കാരെ ഞാൻ അവിടെ കൊണ്ടുവന്ന് കാണിച്ചു തരാം. അങ്ങനെയുള്ളവരെ ഞാൻ അവിടെ ഇറക്കും. പ്രകാശനാണ് ഈ പറയുന്നത്. എടാ, ഞാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുക. എന്നെ വിട്ടിട്ട് പോയ എൻ്റെ ഭാര്യ, നിന്റെ അനന്തരവൻ, എൻ്റെ മകളെന്ന് പറയുന്ന ആ മിണ്ടാത്തവൾ, എല്ലാത്തിനെയും ഒതുക്കി തീർക്കാനുള്ള ഒരു മനസ്സുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നിനക്ക് ടെൻഷൻസ് ഒന്നുമില്ലല്ലോ. നിന്റെ മരുമോൻ അമേരിക്കക്കാരനല്ലേ? എടാ, നിന്റെ മോളെയും കൊണ്ട് അവൻ അമേരിക്കയിലേക്ക് പറക്കുമ്പോൾ കൂടെ നീയും കൂടെ അങ്ങോട്ട് പറക്കണം. സെറ്റിലാവണം. പ്രകാശൻ ചിരിക്കുകയാണ്. അപ്പോൾ രാഹുൽ, തൽക്കാലം ഞാൻ പോകുന്നില്ല. സോറിടാ. ഈ തലക്ക് വെളിയില്ലാത്തവർക്ക് പുറത്തോട്ട് പോകാൻ വിസ കിട്ടത്തില്ലല്ലോ അല്ലേ? പ്രകാശൻ ചോദിക്കുക. രാഹുൽ തിരിഞ്ഞു നിന്നുകൊണ്ട് ദേഷ്യത്തോടെ പറയാണ്, എടാ, ഈ വീട്ടിലിപ്പോൾ തലയ്ക്ക് വെളിവുള്ളത് എനിക്ക് മാത്രമാണ്. അതറിയാവോ തനിക്ക്? പ്രകാശൻ കറക്റ്റാ. ഇവന് മുഴുത്ത വട്ട് തുടങ്ങിയെന്നാണ് തോന്നുന്നത്. അതിൽ ഒരു സംശയമില്ല. അമ്മ ജോലിക്ക് നിന്നപ്പോഴേ അതെന്നോട് പറഞ്ഞിട്ടുള്ളതാ. ഇപ്പോഴും കുറഞ്ഞിട്ടില്ല പാവം. അതൊക്കെ പോയടാ, അതൊക്കെ എന്തിനാണ് നമ്മളിപ്പോൾ പറയുന്നത്. ഇനിയിപ്പോൾ പറയാൻ പോകുന്നത് കല്യാണത്തിൻ്റെ തലേന്ന് തന്നെ നീ വരണം. രാജപ്പൻ, ബാലൻ, നീ, നമ്മളെല്ലാവരും കൂടെ നേരത്തെ പറഞ്ഞതുപോലെ ചെയ്യാം. നോക്കാന്നല്ല, നീ വരണം. അതൊക്കെ പോട്ടെ. നിൻ്റെ ടെൻഷൻ്റെ ഇടയിൽ ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് നിനക്ക് വിഷമാവും. മോള് ഏത് ഹോസ്പിറ്റലാണ് കിടക്കുന്നത്? സ്റ്റാർ ഹോസ്പിറ്റലാ? സ്റ്റാർ ഹോസ്പിറ്റലാ? അതല്ല, ഞാൻ പോകുന്ന വഴി പറ്റുമെങ്കിൽ കയറാമെന്ന് വെച്ച് ചോദിച്ചതാ. നീ ധൈര്യമായിട്ടിരിക്കെ, നോ ടെൻഷൻസ്. ശരി, ദൈവം നിന്നെ കാക്കും. അങ്ങനെ അതും പറഞ്ഞ് പ്രകാശൻ അവിടെ നിന്ന് പോയി. പിന്നെ രൂപ വീട്ടിലെത്തി വർക്കിൽ ഏർപ്പെട്ടിട്ടാണുള്ളത്. അപ്പോൾ ആ സമയത്താണ് ബകാസുരൻ അങ്ങോട്ടേക്ക് വരുന്നത്. എന്നിട്ട് രൂപയെ വിളിക്കുകയാണ്. രൂപേ, അവളവിടെ എവിടെ പോയി? അവൾ അവളുടെ വീട് വരെ ഒന്ന് പോയി. അവളെ പരമാവധി ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇവിടുത്തെ രഹസ്യങ്ങളൊക്കെ ചന്ദ്രസേനും കിരണിനും കല്യാണിക്കും ഒക്കെ ഒറ്റുകൊടുക്കുന്നത് അവളാ. അങ്ങനെയൊന്നും ഇല്ല ഏട്ടാ. ആര് പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ലെന്ന്? അവളെ ഇവിടെ ജോലിക്ക് വെച്ചതാരാ? കിരണനല്ലേ? അതിൻ്റെ ഒരു നന്ദി എന്തായാലും അവൾ അവനോട് കാട്ടാതിരിക്കുമോ? ഇതുവരെ അവളെ കൊണ്ട് ഒരു ശല്യവും ഇല്ല. നല്ല ആത്മാർത്ഥതയോടുകൂടിയാണ് അവൾ എല്ലാ ജോലിയും തന്നെ ചെയ്യുന്നത്. പിന്നെ നമ്മളെ സംസാരമൊന്നും അവൾ അറിഞ്ഞിട്ടുമില്ല, കേട്ടിട്ടുമില്ല. അവൾ ചാരപ്പണി ചെയ്യുന്നുണ്ടോ എന്നെനിക്ക് നല്ല സംശയമുണ്ട്. അത് കേട്ട് രൂപ പറയാണ്, എനിക്ക് അങ്ങനെയൊരു സംശയമേ ഇല്ല. നീ കുഞ്ഞിനെ കണ്ടോ? കണ്ടു. നല്ലൊരു കുഞ്ഞാ. എത്ര നല്ലതാണെങ്കിലും അതിനെ കാണുമ്പോൾ എൻ്റെ മനസ്സ് കിടന്ന് തളച്ചുകൊണ്ടിരിക്കുക. എന്തായാലും ഞാൻ ഇല്ലാതാക്കണം എന്ന് പറഞ്ഞ ആ കുഞ്ഞിനെ ഒരു കാരണവശാലും അത് ജീവിച്ചിരിക്കാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞതാ. അപ്പോൾ അതിനെ കൊല്ലരുത് എന്ന് നിൻ്റെ മോനല്ലേ പറഞ്ഞ ഡോക്ടറോട്? അവൻ എങ്ങനെയാ എൻ്റെ നീക്കം മനസ്സിലാക്കിയത് എന്നാ അറിയാത്തത്.
അത് ഞാൻ നിന്നോട് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാനാണോ അത് ചെയ്തത് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ എന്നാലും അവൻ കാര്യങ്ങളൊക്കെ അപ്പം തന്നെ അറിയുന്നുണ്ട്. മനോഹറിൻ്റെ കുഞ്ഞ് നല്ല ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കണമെന്ന് മറ്റാരേക്കാളും ആഗ്രഹിക്കുന്നത് കിരണും കല്യാണിയുമാണ്. സരയുവിനോട് ദേഷ്യം ഉള്ളിൽ കിടക്കുന്നതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ അവർ അങ്ങനെ ചിന്തിക്കുന്നത്. ആ കുഞ്ഞിനെ എന്തായാലും ഞാൻ ഒഴിവാക്കും. പക്ഷേ അതിനു മുമ്പ് നീ ഒഴിവാക്കണം അവനെ, ആ ചന്ദ്രസേനനെ. അവൻ അമേരിക്കയിൽ നിന്നും മടങ്ങി വന്നതാ എൻ്റെ പ്രതീക്ഷകൾ എല്ലാം തകർത്തത്. പക്ഷേ ചന്ദ്രസേനൻ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്നത് അവർ കണ്ടില്ല. അപ്പോൾ ചന്ദ്രസേനൻ ഒളിച്ചു നിന്ന് എല്ലാം കേൾക്കുകയാണ്. നമ്മളിൽ നിന്നും കിരണിനെയും കല്യാണിനെയും സോണിയെയും ഒക്കെ അടർത്തി മാറ്റിയതും അവൻ ഒറ്റയൊരുത്തനാ. അവനിപ്പോൾ നമ്മളൊക്കെ ചിന്തിക്കുന്നതിലും അപ്പുറം വലിയ കരുത്തനാ. അതുകൊണ്ട് ചതിയിൽ കൂടി മാത്രമേ അവനെ വകവരുത്താൻ പറ്റൂ. ബകാസുരൻ രൂപയോട് ഓരോരോ ഉപദേശങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. എല്ലാം ചന്ദ്രസേനൻ കേൾക്കുന്നുണ്ട്. അവൻ നിന്നെ സ്നേഹിക്കുന്നത് എന്നോടുള്ള ഒരുതരം പ്രതികാരം തീർക്കല. ഞാനായിരുന്നല്ലോ നിങ്ങൾ രണ്ടുപേരെയും വേർപിരിച്ചത്. അതുകൊണ്ടിപ്പോൾ നിന്റെ സ്നേഹം അവൻ ആസ്വദിക്കുക. ആ റാസ്കൾ മരിക്കുന്നതിന് മുമ്പ് അവൻ കുറച്ചു കാലം ജീവിതം ആസ്വദിക്കട്ടെ. പക്ഷേ അതിന് ആയുസ് നീട്ടിക്കൊടുക്കരുത്. നിനക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? എന്നാൽ പിന്നെ ഏട്ടൻ അവിടെ പോയി ഇരിക്ക്. ഞാൻ കഴിക്കാൻ എന്തെങ്കിലും റെഡിയാക്കാം. ഏട്ടന് പ്രത്യേകിച്ച് എന്തെങ്കിലും കറികൾ വേണോ? ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ കാരണം എൻ്റെ ഭാര്യ ഇപ്പം എന്നോട് അത് ചോദിക്കാറേ ഇല്ല. നിങ്ങൾക്ക് എന്തെങ്കിലും കറികൾ വേണോ, ഭക്ഷണം വേണോ എന്ന്. അവൾ ഉണ്ടാക്കുന്നത് ഞാൻ കഴിക്കണം, അതാണ് അവസ്ഥ. ഏട്ടത്തി ഏട്ടനെ ഇത്രയും വെറുക്കാനുള്ള കാരണം എന്താ? ശരിക്കും വട്ട് അവൾക്കാ. മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടതും അവളെയാ. പിന്നെ ലോകം കണ്ട ഏറ്റവും വലിയൊരു ഫ്രോഡാ ഇപ്പോൾ അവിടെ ഉള്ളത്. ചന്ദ്രസേനെ ഇവിടെ നിന്ന് ഒഴിവാക്കണം എന്ന് വിചാരിക്കുന്നത് പോലെ തന്നെ അവനെയും ഇവിടെ നിന്ന് എൻ്റെ മോളുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങുക. ബകാസുരൻ അതും പറഞ്ഞ് ഇറങ്ങുകയാണ്. അപ്പോൾ ചന്ദ്രസേനൻ മുകളിലേക്ക് തന്നെ ഓടിക്കയറുകയാണ് ബകാസുരൻ്റെ കണ്ണിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ട്. അവൻ പോയപ്പോൾ തന്നെ രൂപ വാതിലടച്ച് കൊളുത്തിട്ടു. അതിനുശേഷം ചന്ദ്രസേനൻ ഇറങ്ങി വരികയാണ് മുകളിൽ നിന്ന്. അപ്പോൾ ചോദിക്കുകയാണ് രൂപ, അവൻ പറഞ്ഞതൊക്കെ കേട്ടിരുന്നോ? എല്ലാം കേട്ടു. ഞാൻ ചന്ദ്രേട്ടനെ ചതിച്ചു കൊല്ലണം എന്നാ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അവൻ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ സത്യം മനസ്സിലാക്കുന്ന അവൻ നല്ല അപകടകാരിയാവും. അതുകൊണ്ട് എന്നേക്കാൾ സൂക്ഷിക്കേണ്ടത് താനായിരിക്കും. കാലം ഒരുപാടായിട്ടും അവൻ്റെ ഉള്ളിലുള്ള മോശമായ സ്വഭാവങ്ങളും ചിന്തകളും ഒന്നും കാലകർമ്മപ്പെട്ടു പോയിട്ടില്ല. അങ്ങനെയുള്ളവന് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നരകം കിട്ടണം. പിന്നെ കാണിക്കുന്നത് കിരണിനെയാണ്. കിരൺ താരേൻ്റിയുടെ അടുത്തേക്ക് വന്നിട്ടാണുള്ളത്. അപ്പോൾ താരേൻ്റിയുടെ അടുത്ത് കല്യാണിയുണ്ട്. അപ്പോൾ കല്യാണി പറയാണ്, ഞാൻ ആൻറ്റിയോട് ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻറ്റിയെ മിക്കവാറും നാളെയോ മറ്റന്നാളോ ഡിസ്ചാർജ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ കല്യാണി പറയാണ്, ഇവിടെ ഇപ്പോൾ വേറൊരാളെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. കല്യാണി അത് പറഞ്ഞ് കിരണിനെ നോക്കുകയാണ്. അപ്പോൾ കിരൺ പറയാണ്, പറഞ്ഞേക്ക് കല്യാണി. ആൻറ്റിയുടെ മോള് പ്രസവിച്ചു. കുഞ്ഞ് പെൺകുഞ്ഞാ. അവൾ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ആൻറ്റി ആക്ഷനായി പറയാണ്. അപ്പോൾ കല്യാണി പറയാണ് കിരണിനോട്, കുഞ്ഞിനെ കാണണം എന്നാണ് പറയുന്നത്. അതൊരു തെറ്റല്ലല്ലോ കല്യാണി. കിരണേട്ടൻ്റെ ആൻറ്റി തടസ്സമൊന്നും പറയില്ല, മനോഹറും എതിർക്കില്ല. കല്യാണി പറയാ കിരണിനോട്, പക്ഷേ സരയു എങ്ങനെയാണ് അത് പ്രതികരിക്കുക എന്നറിയില്ല. നീ ആൻറ്റിയെ ഒന്ന് വിളിക്ക്. സരയു ഉറങ്ങുവാണെങ്കിൽ ആൻറ്റിക്ക് പോയിട്ട് കുഞ്ഞിനെ ഒന്ന് കാണാമല്ലോ. ശരി, ഞാൻ വിളിച്ചു നോക്കാം. ആൻറ്റി വിഷമിക്കണ്ട. ആൻറ്റിക്ക് എപ്പം വേണമെങ്കിലും മകളെയും കൊച്ചുമകളെയും കാണാൻ പറ്റും. സരയുവിൻ്റെ ചുറ്റുമുള്ളവരും ആൻറ്റിയെ അനുനയിപ്പിച്ച് നിർത്തിയേ പറ്റൂ. സരയോ ഷാരിയും നല്ല മയക്കത്തിലാണ്. എങ്കിലും ഷാരി മനസ്സിലോരോന്ന് ചിന്തിച്ചു കൂട്ടുകയാണ്. അപ്പോൾ ഷാരി വിചാരിക്കുകയാണ്, ഈശ്വര, ഈ പെണ്ണ് ഉണർന്നാൽ കൊളാവും. ആരാൻറ്റി മെല്ലെ വരികയാണ്. അപ്പോൾ കല്യാണി പറയാണ്, പോയി കാണാം ആൻറ്റി. ഷാരി മെല്ലെ നോക്കുന്ന സമയത്ത് കാണുകയാണ് താര വരുന്നത് റൂമിലേക്ക്. താര റൂമിൽ വന്നിട്ട് നോക്കുകയാണ് രണ്ടുപേരെയും, കുഞ്ഞിനെയും സരയുവിനെയും. അപ്പോൾ ഷാരി മെല്ലെ കുഞ്ഞിനെ എടുത്തിട്ട് താരയുടെ കൈ കൊടുക്കുകയാണ്. താര കുഞ്ഞിനെ വാങ്ങി കുഞ്ഞിനെ കൺകുളിർക്കെ കാണുകയോ ഉമ്മ കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ സരയുവിനെ നോക്കുകയാണ്. നല്ല സങ്കടമുണ്ട്, നല്ല സന്തോഷമുണ്ട് താരയ്ക്ക്. താര കുഞ്ഞിനെ വീണ്ടും വീണ്ടും ഉമ്മ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഷാരി പറയാണ്, മോള് ഉണർന്നാൽ പ്രശ്നം ഉണ്ടാക്കും. അല്ലേ പറയാണ് ഷാരി, എന്നോട് ദേഷ്യം തോന്നണ്ട, അറിയാലോ മോളെ കാര്യങ്ങൾ. കല്യാണി ഒരുപാട് സമയമായി, നീ പോയി ആൻറ്റിയെ വിളിച്ചു കൊണ്ടുവാ, കിരൺ പറയാണ്.
ആരാ അവിടെ തന്നെ നിൽക്കുകയാണ് പോകാതെ. അപ്പോൾ കല്യാണി കയറിയിട്ട് വന്നിട്ട് പറയാണ്, കുഞ്ഞിനെ അമ്മയെയും കണ്ടല്ലോ, പോകാലോ വാ. അതിനുശേഷം കിരൺ കയറി വരികയാണ്. കിരൺ കയറി വന്ന് കുഞ്ഞിനെയും സരീവിനെയും നോക്കിയതിന് ശേഷം ഷാരിയോട് പറയാണ്, ഇനി എപ്പം ആൻറ്റിക്ക് കുഞ്ഞിനെ കാണണം എന്ന് തോന്നിയാൽ കുഞ്ഞിനെ കാണാനുള്ള സൗകര്യവും സ്ഥലവും ഒരുക്കി കൊടുക്കണം. അപ്പോൾ അത് കേട്ട് ഷാരി പറയാണ്, എൻ്റെ അവസ്ഥ അറിയാലോ മോനെ. അപ്പോഴേക്കും സരയു എണീറ്റ് നോക്കുന്ന സമയത്ത് തന്നെ കിരണിനെയാണ് അടുത്ത് കാണുന്നത്. അപ്പോൾ തന്നെ അവൾ എണീക്കാണ്. നീ എന്താ ഇവിടെ? താര ആൻറ്റിയെ ഇവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ആ ആൻറ്റിയെ കാണാൻ വേണ്ടി വന്നപ്പോൾ നീ ഇവിടെ പ്രസവിച്ച് കിടക്കുകയാണെന്ന് അമ്മ പറഞ്ഞായിരുന്നു. പിന്നെ കുഞ്ഞിനെയും നിന്നെയും ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി. അത് കേട്ട് സരയു കിരണിനോട് ചോദിക്കുകയാണ്, നീ എന്തിനാ എൻ്റെ കുഞ്ഞിനെ കാണുന്നത്? ഇവനെ എന്തിനാ അമ്മ ഇതിനകത്ത് കയറ്റിയത്? കല്യാണിയെ കല്യാണം കഴിച്ചു എന്ന് കരുതി ഇവൻ നമ്മുടെ കുടുംബത്തിലെ അല്ലാതെ ആവുന്നില്ലല്ലോ മോളെ. കുഞ്ഞിനെ ഒന്ന് കണ്ടിട്ട് പോയിക്കോട്ടെ. ഓ, ഇപ്പം അങ്ങനെയായോ? ഇവനൊക്കെ എൻ്റെ കുഞ്ഞിനെ കണ്ണു വെച്ചിട്ടേ പോകത്തുള്ളൂ. എന്ന് വെച്ച് ഇവൻ്റെ ഒന്നും കുഞ്ഞിനെ പോലെയല്ലല്ലോ എൻ്റെ മോള്. ആരായാലും എൻ്റെ മോളെ ഒന്ന് നോക്കി നിന്ന് പോകും. എല്ലാം കേട്ടതിന് ശേഷം കിരൺ പറയാണ്, അതെ നോക്കി നിന്ന് പോകും. എന്ന് വെച്ചാ മനോഹറിൻ്റെ അതേ ഛായ. അതെങ്കിലും സമ്മതിച്ചല്ലോ. അവനെ പോലൊരു കുഞ്ഞ് തന്നെയാണ് നിനക്ക് ജനിക്കേണ്ടത്. പിന്നെ എൻ്റെ കുഞ്ഞ് നിൻ്റെ കുഞ്ഞിനെ പോലെ വല്ലവൻ്റെയും ഛായയിൽ ജനിക്കുമെന്ന് കരുതിയോ? ഷാരി ചോദിക്കുകയാണ്, മോൾ എന്തൊക്കെയാ മോളെ പറയുന്നത്? കിരൺ പറയാണ്, അവൾ പറയട്ടെ ആൻറ്റി, അറിയാവുന്നിടത്തോളം അവൾ പറയട്ടെ. നീ ഈ പറയുന്നതൊക്കെ തിരിച്ചെടുക്കേണ്ട ഒരു ദിവസം വരും. അതിനി വലിയ താമസമൊന്നുമില്ല. കിരൺ എന്താണ് അങ്ങനെ പറയുന്നത് എന്ന് അവൾ നിസ്സഹായതയോടെ നോക്കുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരെ എൻ്റെ വീഡിയോ ഇത്രയും സമയം കണ്ടുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെയും ലൈക്ക് ചെയ്യാതെയും കാണുന്ന ആരെങ്കിലും പുതിയ ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക. അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വരുന്നതിലേക്കും സീ യു ഓൾ.